സ്വീകരണം ാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ഈ സാധാരണ പറയുന്നത് പോലെയുള്ള ഒരു പ്രകൃതി ദുരന്തം മാത്രമല്ല, അതിൽ ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഇനി മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ നോക്കിക്കണ്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അക്കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയും. ഇപ്പോൾ ഈ പാലത്തിലൂടെ മുഖ്യമന്ത്രി ഈ അവിടെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന സ്ഥലങ്ങൾ ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷ. യെസ്, മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധനകൾ അവിടെ പുരോഗമിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെട്ട സംഘം അവിടെ എത്തിയിട്ടുള്ളത്. സാജിദ്, മുഖ്യമന്ത്രി ഇവിടെ എത്ര നേരം ഉണ്ടാകും? അതിനുശേഷം നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണോ പോകുന്നത്? മുഖ്യമന്ത്രി കുറച്ച് സമയമാണ് ഇവിടെ ഉണ്ടാവുക. പ്രധാനമായും അദ്ദേഹം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരിശോധിക്കാൻ പോകുന്നത് ഈ ദുരന്തം നടന്ന സ്ഥലത്തിന്റെ താഴ്ഭാഗമാണ്. അതായത് ഈ തുരങ്കപാത അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ഈ ഉദ്യോഗസ്ഥരോടും ഈ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരോടും കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്നതിന് ശേഷം ഈ പാലത്തിലൂടെ തന്നെ അദ്ദേഹം വന്ന് ഈ പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഈ കഴിയുന്ന ആളുകളുമായി സംസാരിക്കും. ഒരുപക്ഷെ ഇതിനുശേഷം എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമോ? ഈ ഒരു വീടാണ് ഇവിടെ പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഈ പല ആളുകൾക്കും ഈ ചികിത്സാ സഹായം സംബന്ധിച്ച് എന്തെങ്കിലും ഈ കാര്യങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഈ ക്യാമ്പിൽ സന്ദർശനം നടത്തിയ ശേഷം പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ബാക്കി 5 ആളുകളും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അങ്ങനെ 7 ആളുകളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ ആളുകളുമായി സംസാരിക്കും. ഈ ഗുരുതരമായി പരിക്കേൽക്കാത്ത ആളുകളുമായി മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിയും. പിന്നീട് കലക്ടറേറ്റിൽ അവലോകന യോഗമുണ്ടാകും. അതിൽ ഈ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും IG ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. NDRFന്റെ ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ പങ്കെടുക്കും. ഇന്ന് ഇത്രയും സമയം മണ്ണ് മാറ്റുന്ന പ്രക്രിയകൾ നടന്നിട്ടും ഒരു മൃതദേഹം പോലും കണ്ടെത്താനോ ഇല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഏത് രൂപത്തിലാണ് ഈ തിരച്ചിൽ തുടരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഉണ്ടാകും. കാരണം ഈ രീതിയിൽ തിരച്ചിൽ ഇപ്പോൾ 4 സംഘങ്ങളായുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ആ തിരച്ചിലിൽ ഇനി മറ്റ് ക്രമീകരണങ്ങൾ കൂടുതൽ വേണോ എന്നുള്ള കാര്യങ്ങൾ അടക്കം ആണ് അറിയുക. ഇപ്പോൾ എന്തായാലും ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.